മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ജോളോചിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ജോളോചിപ്പ് എടുത്തിട്ട് അതിന്റെ എരിവും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഡയറക്റ്റ് എടുത്ത് കഴിക്കല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2-3 പാക്കറ്റ് വലിയ പാക്കറ്റ് ഡയറി മിൽക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറി മിൽക്കും ജോളോചിപ്പും കൂടി നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് ഇത് രണ്ടും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ എരിവ്, അതേപോലെ തന്നെ എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ്, എന്തായിരിക്കും ഇതിന്റെ എഫക്റ്റ്, ആ ഒരു എരിവിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ പണ്ടത്തേതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ നോക്കണം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡയറി മിൽക്ക് 3 പാക്കറ്റ്സ് ആണ്. അപ്പോൾ 3 പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽക്ക്, ഒരു വലിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 150 ഗ്രാമിൻ്റെ ഒരു സിൽക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാ ഡയറി മിൽക്കിൻ്റെ കോമ്പൗണ്ട് ഒരു 2 എടുത്തിട്ടുണ്ട്. 130 ഗ്രാമിൻ്റെ 2 അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ജോളോചിപ്പ്. ജോളോചിപ്പിന് ഇപ്പോൾ ഒരു കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കവറൊക്കെ കഴിഞ്ഞിട്ട് ജോളോചിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് സാധാരണ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു എഡിഷൻ തന്നെയാണ്, ബ്ലാക്ക് എഡിഷൻ തന്നെയാണ്. അപ്പോൾ ജോളോചിപ്പ് പിന്നെ ഇതിനെക്കുറിച്ച് വല്ല പറയണ്ടല്ലോ, എല്ലാവരും ചെയ്ത വീഡിയോ തന്നെയാണ് ജോളോചിപ്പിനെ കുറിച്ച്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ആളുകൾക്ക് എരിവുണ്ട്, ചില ആളുകൾക്ക് എരിവില്ല. എന്നാലും ലാസ്റ്റ് വന്ന എഡിഷൻ നല്ല എരിവുണ്ട്, എല്ലാവർക്കും നല്ല എരിവുണ്ട്. ഏതായാലും ഫിയർ ദ റിപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കാലനൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വീട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോളോചിപ്പ്. ഇതും നമ്മുടെ പിന്നെ ഡയറി മിൽക്കും ഇതിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ജോളോചിപ്പ് അതേപോലെ തന്നെ നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡയറി മിൽക്ക്, അതായത് ചോക്ലേറ്റ് മൊത്തം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് സിൽക്ക് തന്നെയാണ്, മറ്റേതൊക്കെ കോമ്പൗണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ആ പാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് വറ്റിക്കാണ്ട് പോയിക്കോട്ടെ, അതായത് ചൂടായിട്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് പോയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഡയറി മിൽക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡയറി മിൽക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി മിൽക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡയറി മിൽക്ക് ക്രിക്കറ്റ് എഡിഷൻ ആട്ടോ, ഒരു ക്രിക്കറ്റ് ബാറ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ഡയറി മിൽക്കൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവില്ല, കാരണം നമ്മൾ ഒരു ജോളോചിപ്പാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു സിൽക്കിൻ്റെ ഒരു പാക്കറ്റും കൂടി, നേരത്തെ എടുത്ത ആ ഒരു പാക്കറ്റും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം കേട്ടോ. ഈ ചോക്ലേറ്റ് കണ്ടിട്ട് അതിലേക്ക് ഇടാനും തോന്നുന്നില്ല, കാരണം നല്ല അടിപൊളി വലിയ ചോക്ലേറ്റാണ്. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നം പറ്റി, നല്ല അടിപൊളി ഒരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ നേരെ ഗ്യാസിൻ്റെലേക്ക് പോയി, അതായത് അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ആ ടൈമിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് വീണു. ഏതായാലും നമ്മുടെ സംഭവം ഏതായാലും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ജോളോചിപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആ സംഭവം ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാം. ഓക്കെ, പഴയതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ജോളോചിപ്പ്. അതിൻ്റെ ഉള്ളിൽ ആ ബ്ലാക്കും കളറൊക്കെ കാണാനുണ്ട്, നല്ല അതിൽ പൊടിയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോളോചിപ്പ്. നമുക്ക് ഇത് ഇങ്ങനെ ഇടണ്ട, ജസ്റ്റ് നമ്മൾ അതൊന്ന് ആ പാക്കറ്റിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുത്തി നന്നായിട്ടൊന്ന് പൊടിക്കാം. എന്നിട്ട് പൊടിയായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജോളോചിപ്പ് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കാം. നന്നായിട്ട് പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, കയ്യിലേക്ക് ആക്കുമ്പോൾ നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്യണം. ജോളോചിപ്പിൻ്റെ പൊടി ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എല്ലായിടത്തേക്കും എത്തിക്കുക. ചെറുതായിട്ടൊരു ചൂടുണ്ട്, അതേപോലെ തന്നെ ഗ്യാസ് ചെറുതായിട്ട് ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കുക്കിംഗ് പോലെ ചെറുതായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി സംഭവം കഴിഞ്ഞു. ജസ്റ്റ് അതിലുള്ള പൊടി ഫുള്ളായിട്ട് തട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ജോളോചിപ്പ് ആദ്യമായിട്ട് കുക്ക് ചെയ്തിരിക്കുകയാണ്. കുക്ക് ചെയ്തത് നമ്മുടെ ചോക്ലേറ്റും കൂട്ടിയിട്ട്, അതായത് ഡയറി മിൽക്കും കൂട്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ ഫ്ലേവർ, ടേസ്റ്റ്, എരിവും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു 450 ഗ്രാമോളം നമ്മുടെ ചോക്ലേറ്റ് ആണ്. അതിലേക്ക് നമ്മൾ ജോളോ ചിപ്പ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ജോളോ ചിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര എരിവാണ്. നമ്മൾ ഇത് ജോളോ ചിപ്പ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് ഐസ്ക്രീമോ എന്ത് കഴിച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ 1 ലിറ്റർ ഐസ്ക്രീം കഴിച്ചിട്ട് അതിൻ്റെ എരിവ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്ര 450 ഗ്രാം പിന്നെ നമ്മൾ മഴ പെയ്ത ടൈമിൽ കുറച്ച് വെള്ളമായിട്ടോ, അതിന് ശേഷം ഇത് മൊത്തത്തിൽ ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ജോളോ ചിപ്പും കൂടി ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഡാർക്കായി തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കിത് കഴിച്ച് നോക്കാം എന്താണ് ആ എരിവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റുമായിട്ട് മിക്സ് ആകുമ്പോൾ എന്താ സംഭവിക്കും നോക്കാം. ഇപ്പോൾ എരിവൊന്നുമില്ല കേട്ടോ, പക്ഷേ ജോളോ ചിപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു കുത്തുന്ന ഫ്ലേവറാണ്. കഴിച്ചവർക്ക് അറിയാമായിരിക്കും, അത് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കുറച്ചൊരു ഒരു എരിവുള്ളൊരു സംഭവം ഉണ്ടല്ലോ, കുറച്ച് എരിവുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു ചെറിയൊരു എരിവുണ്ട്, അല്ലാതെ എരിവൊന്നുമില്ല. പക്ഷേ നമുക്ക് ജോളോ ചിപ്പ് ആണെങ്കിൽ നമുക്കത് തൊള്ളയിലേക്ക് വായിലേക്ക് വെക്കാൻ തന്നെ കഴിയില്ല, അപ്പം തന്നെ ഫുള്ള് ഭയങ്കര എരിവായിരിക്കും. പക്ഷേ ഇത് അത്രയൊന്നും ഇല്ല കേട്ടോ, ആ ഒരു ഫീലൊന്നുമില്ല. പക്ഷേ ജോളോ ചിപ്പിന് ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ഫുള്ളായിട്ട് കഴിക്കുന്നില്ല, കാരണം ചിലപ്പോൾ വയറിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നമാവും. അതായത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ജോളോ ചിപ്പ് കഴിച്ചപ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെ വീഡിയോ കണ്ടില്ലേ, അവനൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നീടാണ് വയറിൽ ഫുള്ള് വേദന, ഒരുപാട് നേരം ഭയങ്കര എരിച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ടീസ്പൂൺ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ജോളോ ചിപ്പും അതുപോലെ തന്നെ ആ ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത സംഭവം കഴിച്ചു. പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ, വലിയ എരിവൊന്നുമില്ല, സാധാ പോലെ തന്നെയാണ്. ചെറിയൊരു ആ ഒരു ജോളോ ചിപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ജോളോ ചിപ്പ് കഴിച്ച് സാധാരണ നമ്മൾ അറിയാമല്ലോ, ജോളോ ചിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 ലിറ്റർ പാല് കുടിച്ചിട്ടും കാര്യമില്ല, 1 ലിറ്റർ ഐസ്ക്രീം കഴിച്ചിട്ടും കാര്യമില്ല. ആ എരിവ് പോകണമെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ എടുക്കാറുണ്ട്. ഭയങ്കര എരിവ് തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ജോളോ ചിപ്പൊക്കെ. പക്ഷേ ഇങ്ങനെ കഴിച്ചാൽ മതി, ജോളോ ചിപ്പ് കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ജോളോ ചിപ്പ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ എന്താ സംഭവിക്കാതെ. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിചാരിച്ചിരുന്ന കറിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുക്ക് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അത് ചിലപ്പോൾ എരിവ് ഉണ്ടാവില്ല, കാരണം ഇപ്പം തന്നെ അതിലേക്ക് ആ ഒരു ഏകദേശം ഒരു 400-450 ഗ്രാം ചോക്ലേറ്റിലേക്ക് മിക്സ് ആയപ്പോൾ തന്നെ ആ എരിവ് ഫുള്ളായിട്ട് പോയിട്ടും. അപ്പോൾ എങ്ങനെ ജോളോ ചിപ്പ് എരിവില്ലാതെ കഴിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ആയി മാറി ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ജോളോ ചിപ്പിൻ്റെ എരിവും കാര്യങ്ങളും പോയിട്ടൊന്നുമില്ല കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫേസിലൊക്കെ ആയിരുന്നു. അത് നമ്മൾ അതിലേക്ക് നന്നായിട്ട് പൊടിച്ചല്ല ഇട്ടത്, ആ ഒരു ടൈമിൽ ഫേസിലൊക്കെ ആയിരുന്നു. പക്ഷേ ആ എരിവും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ പൊടി ജസ്റ്റ് ഞാൻ ഒന്ന് വായിൽ വെച്ച് നോക്കിയിരുന്നു, അപ്പോൾ നല്ല എരിവുണ്ട്. പക്ഷേ നമ്മൾ ഈ ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ എരിവ് ഫുള്ളായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയി മാത്രം എടുക്കുക, കാരണം ജോളോ ചിപ്പും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി, അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ കിട്ടിയ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടുന്നുണ്ട്, ഒരു വലിയ എരിവൊന്നുമില്ല, എരിവൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.